ഞാൻ എന്റെ ഏറ്റവും പ്രിയപ്പെട്ട എന്റെ സുഹൃത്തും എന്റെ ക്ലാസ്സിൽ പഠിച്ച രാകേഷ്, ഞാൻ അവന്റെ വീട്ടിൽ ചെന്നപ്പോ അവനോട് പറഞ്ഞു, ചതുർവേദങ്ങൾ നീ വായിക്കാറുണ്ടോ? എന്നോട് ചോദിച്ചു, നീ എന്തിനാ പോയി നോക്കുന്നത്? ഞങ്ങളുടെ വേദമല്ലേ. എടാ, നീ അത് വായിച്ചിട്ടുണ്ടോ? പറഞ്ഞു, ഞാൻ കുറച്ചൊക്കെ വായിച്ചു, പൂർണ്ണമായി വായിച്ചിട്ടുണ്ട്. ഋഗ്വേദത്തിന്റെ 10 മണ്ഡലങ്ങൾ വായിച്ചിട്ടുണ്ടോ നീ? ഞാൻ പറഞ്ഞു, നീ യജുർവേദം എടുക്ക്. യജുർവേദത്തിന്റെ 32-ാം അധ്യായം 2-ാമത്തെ ശ്ലോകം നീ ഒന്ന് ചൊല്ലി നോക്കി. ആ ശ്ലോകത്തിൽ നീ വായിച്ചൊന്ന് അർത്ഥം പറഞ്ഞ്. ആ ശ്ലോകം ഇങ്ങനെയാണ്, നത്തസ്യ പ്രതിമാ അസ്തു. അതിന് ചുരുക്കമാണ് ഞാൻ പറയും, നത്തസ്യ പ്രതിമാ അസ്തു. ദൈവത്തിന് പ്രതിമയില്ല, ദൈവത്തിന് പ്രതിമയില്ല. അത് വായിച്ചവൻ എന്റെ മുഖത്ത് നോക്കി. ഇത്ര കൃത്യമായി അധ്യായ നമ്പറും വചന നമ്പറും നീ എങ്ങനെ കണ്ടു? വർഗീയതയില്ലാതെ വേദം പഠിച്ചപ്പോ എനിക്ക് കിട്ടി. അത് നിനക്ക് പറഞ്ഞു തരേണ്ട എന്റെ ബാധ്യതയാണ്. ദൈവത്തിന് വിഗ്രഹമില്ലെന്നും ആ വിഗ്രഹത്തിലൂടെ നീ ദൈവത്തിലെത്തുന്നത് ശരിയല്ലെന്നും വേദം അവിടെ പഠിപ്പിക്കുന്നു. അതുകൊണ്ട് നിന്റെ ബാധ്യതയാണ് യജുർവേദം അനുസരിച്ച് ജീവിക്കുക.